ടോൾ കൊടുക്കാതെ ഒന്ന് കന്യാകുമാരി വരെ പോയി വരാം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കോട്ടയത്തു നിന്നാണ്. ആദ്യം തന്നെ നല്ല പുത്തൻ പുതിയ ടയർ പോയിട്ടു. അതുമാത്രമല്ല ചിലവ് വരുമെന്നോർത്ത് ഇറങ്ങിയപ്പോഴാണ് ആ ചതി ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ വണ്ടിയുടെ സൈഡ് ഗ്ലാസ് പോയി, സൈഡ് മിറർ പോയി, സൈഡ് ഹിഞ്ച് പോയി. അങ്ങനെ 9 മണിക്ക് തുടങ്ങിയ യാത്ര 3 മണിക്കാണ് ഞങ്ങളൊന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുവിധം ഒന്ന് കോട്ടയം ക്രോസ് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രം എത്തുന്നവരെ സ്മൂത്തായിരുന്നു. എന്തായാലും പൈസ പോയി, പിന്നെ വണ്ടി ഒന്ന് ഫുൾ ബോഡി വാഷും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞ് ട്രിവാൻഡ്രം എത്തി സ്ട്രെയിറ്റ് ബീച്ചിലോട്ട് പോയി. എന്തായാലും വൈകുന്നേരമായി. റൂമിൽ പോകുന്നതിന് മുമ്പ് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇത് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചാണ്. ഇന്ന് നൈറ്റ് ഇനി നമ്മൾ കന്യാകുമാരിക്ക് തിരിക്കുന്നുള്ളൂ. ഈവനിങ് ഫുള്ള് ട്രിവാൻഡ്രം എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കാമെന്നാണ് പ്ലാൻ. അങ്ങനെ പറ്റുന്ന എല്ലാ ബീച്ചിലും ഞങ്ങൾ പോയി. അങ്ങനെ വളരെ കാമായിട്ടിരുന്ന 12 മണിക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോഴാണ് അടുത്ത പണി. ഫ്യൂവൽ ടാങ്കിലോട്ട് പോകുന്ന ആ പൈപ്പിൽ ഒരു ലീക്ക്. എന്തൊക്കെ പണിയായല്ലോ ഒരു ദിവസം. പിന്നെ ഞങ്ങളൊരു MCയിലൊക്കെ മേടിച്ച് ഒട്ടിച്ച് അതങ്ങ് അടച്ച് ഒരു 2:30-3 മണിയോടുകൂടി കന്യാകുമാരി ട്രിപ്പ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന റൂട്ട് ട്രിവാൻഡ്രത്തു നിന്ന് നെയ്യാറ്റിൻകര വഴിയാണ്, ടോൾ ഇല്ലാത്ത വഴി. സോ ടോള് കൊടുക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. നമ്മുടെ വണ്ടി ലോക്കലോട്ട് മാത്രം ഉള്ളതുകൊണ്ട് ഫാസ്ടാഗ് ഒട്ടിച്ചിട്ടില്ല. സോ ഈ ഇരട്ടി ടോൾ കൊടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ടോളില്ലാത്ത വഴി തന്നെ പോകുന്നതാണ്. അത്യാവശ്യം നല്ല വഴി തന്നെയായിരുന്നു. നൈറ്റ് ടൈം ആയതുകൊണ്ട് വലിയ തിരക്കുമില്ല. അത്യാവശ്യം ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് വഴിക്കെല്ലാം വണ്ടി നിർത്തി റെസ്റ്റ് എടുത്ത് വഴിക്കുള്ള എല്ലാ ചായക്കടയും കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ കന്യാകുമാരി എത്തി. സൺറൈസ് കാണാൻ ഓടിയെത്തിയിട്ട് സൂര്യനെ മാത്രം കാണാൻ പറ്റിയില്ല. ഇതാണ് അവിടെ ബോട്ടിങ്ങിന് പാസ് എടുക്കാനുള്ള ക്യൂ. ഞങ്ങളൊരു 6:30-ക്ക് വന്നു നിന്നാൽ ഞങ്ങളുടെ പുറകിലോട്ട് ഇതിലും വലിയൊരു ക്യൂ ഉണ്ട്. 8 മണിക്കാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 രൂപയാണ് പാസ്. അങ്ങനെ ഒരുവിധം ബോട്ടേ കയറിയപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞത്. 8 മണി തൊട്ട് ഈ ക്യൂ വളരെ സ്പീഡിൽ തന്നെ തീർന്നു പോകും. 6:30 തൊട്ട് ക്യൂ നിന്ന് മെച്ചം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പാസ് എടുക്കാം. അങ്ങനെ അവസാനം വിവേകാനന്ദ പാറ വന്ന് ലാൻഡായി. ഇത് ഇങ്ങനെയാണ് ഓരോ ബോട്ടിൻ്റെ അവസ്ഥ. ഇത്രയധികം ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ഈ ബോട്ട് തിരിച്ചു പോകുമ്പോൾ 4-5 പേരൊക്കെ കയറുന്നുള്ളൂ. മിക്കവരും അവിടെ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനുള്ള സംഭവങ്ങളുണ്ട്, പക്ഷെ പണിയൊന്നും നടക്കുന്നില്ല. ഇവിടെ നമ്മൾ 30 രൂപയുടെ ഒരു പാസും കൂടെ എടുക്കണം. ടോട്ടൽ 130 രൂപ. തിരുവള്ളുവർ സ്റ്റാച്യൂലോട്ട് പോകുമ്പോൾ ആ ബ്രിഡ്ജിൽ ഒരു ഗ്ലാസ് ഏരിയ ഉണ്ട്. നമുക്ക് താഴെ ആ കടലൊക്കെ കണ്ട് ആ ഗ്ലാസ്സിന് മണ്ടയിൽ കൂടി ഇങ്ങനെ നടക്കാം. ആ സ്റ്റാച്യൂവിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് പോകാം. അതിനിങ്ങനൊരു ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ കയറി ഒരു 3 റോ കയറി കഴിയുമ്പോൾ ടോപ്പിൽ സ്റ്റാച്യു ഉള്ള ഏരിയയിലോട്ട് എത്തും. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ തിരുവള്ളുവർ സ്റ്റാച്യു. അവിടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാണേണ്ട വ്യൂ കാണാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ശരിക്കും പൈസ കൊടുക്കുന്നതെന്ന് ഞാൻ പറയും. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഈ വ്യൂ ആണ്. അവിടെ നല്ല രീതിക്ക് തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര ആളും ബഹളവുമാണ്. ഞാൻ വിചാരിക്കുകയാണ് ഒരുപാട് ആളില്ലാത്ത സ്ഥലം തന്നെയാണ് നമ്മൾ ടൂറിനൊക്കെ ലൊക്കേഷൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റും. ലൈഫിൽ ഒരിക്കലും വന്നിരിക്കേണ്ട സ്ഥലമാണിത്.